കൂത്താട്ടുകുളം നഗരസഭാ ചെയർമാനായി റെജി ജോൺ ചുമതലയേറ്റു. കൂത്താട്ടുകുളം മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട റെജി ജോൺ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. നഗരസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 5-ാം ഡിവിഷൻ UDF കൗൺസിലർ ആയ റെജി ജോണിന്റെ പേര് 10-ാം ഡിവിഷൻ കൗൺസിലറായ പ്രിൻസ് പോൾ ജോൺ നിർദ്ദേശിക്കുകയും 26-ാം ഡിവിഷൻ കൗൺസിലർ PC ഭാസ്കരൻ പിന്താങ്ങുകയുമായിരുന്നു. LDFിൽ നിന്നും 24-ാം ഡിവിഷൻ കൗൺസിലർ ആയ സണ്ണി കുര്യാക്കോസിന്റെ പേര് 17-ാം ഡിവിഷൻ കൗൺസിലർ ആയ PM ഷൈൻ നിർദ്ദേശിക്കുകയും 1-ാം ഡിവിഷൻ കൗൺസിലർ ഷാജി ജോർജ് പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ റെജി ജോണിന് 16 വോട്ടുകളും സണ്ണി കുര്യാക്കോസിന് 10 വോട്ടുകളും ലഭിച്ചു. ഭൂരിപക്ഷം അനുസരിച്ച് റെജി ജോണിനെ നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. നഗരസഭാ സെക്രട്ടറി S. ഷീബയുടെ സാന്നിധ്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർ PV സിൻഡോ പുതിയതായി സ്ഥാനമേറ്റെടുത്ത റെജി ജോണിന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലി നൽകി. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ 6-ാം ഡിവിഷനിലെ UDF കൗൺസിലർ ലിസി ജോസിനെ 5-ാം ഡിവിഷനിലെ ലിസി സാബു നിർദ്ദേശിക്കുകയും 20-ാം ഡിവിഷനിലെ മായ വിശ്വനാഥൻ പിന്താങ്ങുകയും ചെയ്തു. LDFിൽ നിന്നും 2-ാം ഡിവിഷനിലെ ബിൻസി ബിജോയുടെ പേര് 15-ാം ഡിവിഷനിലെ സനൂപ് T. കുളമ്പാടം നിർദ്ദേശിക്കുകയും 21-ാം ഡിവിഷനിലെ ഷീബ രാജു പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ലിസി ജോസിന് 16 വോട്ടുകളും ബിൻസി ബിജോയ്ക്ക് 10 വോട്ടുകളും ലഭിച്ചു. ഭൂരിപക്ഷം അനുസരിച്ച് ലിസി ജോസ് നഗരസഭ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. നഗരസഭ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ലിസി ജോസിന് നഗരസഭാ ചെയർമാൻ റെജി ജോൺ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തെരഞ്ഞെടുപ്പ് ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ PC ജോസ്, വിൽസൺ K. ജോൺ, PM സ്കറിയ, പ്രിൻസ് പോൾ ജോൺ, PG സുനിൽകുമാർ, അഡ്വക്കേറ്റ് ബോബൻ വർഗീസ്, സിബി കൊട്ടാരം തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിനു ശേഷം രാജീവ് സ്ക്വയറിൽ പുഷ്പാർച്ചനയും നടന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ ഞാനാക്കിയ ഈ ചെയർപേഴ്സൺ സ്ഥാനത്തെത്തിച്ച എൻ്റെ ഏറ്റവും ബഹുമാനം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യണം, അത് കൃത്യമായി ചെയ്തിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയുവാനുള്ളൂ. ഈ മുനിസിപ്പാലിറ്റിയിൽ ഇതിനു മുമ്പ് സംഭവിച്ചതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കണമെന്നുമാണ് UDFിൻ്റെ ആദ്യത്തെ തന്നെ ആഗ്രഹം. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ കുഴപ്പങ്ങൾ, അടിസ്ഥാനപരമായി എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിക്കൊണ്ട് കൂത്താട്ടുകുളത്തിൻ്റെ പഴയ പേരും പെരുമയിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ അത് തുടങ്ങിയിട്ട് ഒരു കല്ല് പോലും മാറ്റിവെക്കാത്ത പല വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് കഴിഞ്ഞ ഭരണസമിതിയാണെങ്കിലും അതിനു മുമ്പ് ബഹുമാനപ്പെട്ട പ്രിൻസ് പോൾ ജോണും PC ജോസും ബിജു ജോണും ഒക്കെ ഭരിച്ച കാലഘട്ടത്തിലാണെങ്കിൽ പോലും അന്ന് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കൂത്താട്ടുകുളത്തിൻ്റെ വികസനത്തിൻ്റെ പാന്താവിലേക്ക് നയിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഏക ആഗ്രഹം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഇവിടെ നല്ലവരായ ജനങ്ങളുടെ സഹകരണവും കൂടി മുന്നോട്ട് വന്നാലാണ്, സഹകരണവും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ഒരു സാധാരണക്കാരൻ പോലും, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇവിടെ വരുന്ന ഒരു സാധാരണക്കാരൻ പോലും ഇവിടെ നിന്ന് നിരാശരായി പോകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ മുദ്രാവാക്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ ഈ കസേരയിൽ ഇരുത്തിയ എന്നെ ഞാനാക്കിയ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളോട് ഇപ്പോൾ ജനങ്ങളെല്ലാവരും യജമാനന്മാരാണ്, ഞങ്ങളാണ് പ്രജകളെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി പറയട്ടെ, അവർക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ്